എൻ്റെ പേര് സുഷമ. ഞാൻ എൻ്റെ ജന്മനാട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ ജന്മനാടെന്ന് പറഞ്ഞാൽ എൻ്റെ നാട് കൊല്ലം കരുനാഗപ്പള്ളി താലൂക്കിൽ പൊന്മന പഞ്ചായത്താണ് എൻ്റെ നാട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടുന്ന് പോയതാണ്. അതായത് 1965 ഞാൻ എൻ്റെ ജന്മനാട് വിട്ട് പോവുകയാണ്. ജന്മനാട് വിട്ട് ഞാൻ പോയി. അപ്പോൾ എനിക്കെൻ്റെ നാട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിനിടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഞാൻ ഈ അടുത്ത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് നാട്ടിൽ. എന്നാലും എനിക്ക് ഇവിടെ എല്ലായിടവും പോയി കാണാനൊന്നും സാധിച്ചിട്ടില്ല. എനിക്ക് ഈ കടലിൻ്റെ കായലിൻ്റെ മണവും ആ കായലും എല്ലാം കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പം എനിക്ക് നല്ല ഓർമ്മ വരികയാണ്. ഞാനിത് ഒരു ജങ്കാറിനകത്ത് കയറിയിട്ടാണ് അക്കരെ കിടക്കുന്നത്. ഈ ജങ്കാറില്ല ഞാനിപ്പോഴുള്ളത്. ആ ജങ്കാർ പോകുന്നതെല്ലാം എനിക്കെന്ത് സന്തോഷമാണെന്നറിയാം. ഞാൻ പോകുന്ന കാലത്തൊന്നും ഇവിടെ ജങ്കാറും ഇല്ല, ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടും ഇല്ല. കടത്തുവള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കനിട്ടക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ കടത്തുവള്ളം കടന്നായിരുന്നു ഞാൻ അക്കരയ്ക്ക് പോയത്. അതിന്നും ഞാൻ ഓർക്കുന്നു. ഇന്നത്തെ പോലെ ചെറുപ്പകാലങ്ങളിലുള്ള കാര്യം എനിക്ക് നല്ല ഓർമ്മയാണ്. എല്ലാവരും എൻ്റെ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട് അവർക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ മൂത്ത സഹോദരൻ പോലും പറയാറുണ്ട് എനിക്ക് ഓർമ്മയില്ല എന്ന്. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയും എൻ്റെ നാട്, എൻ്റെ പൊന്നു നാട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് ആഡംബരമൊന്നും ഇല്ലാത്ത നാടാണ് എൻ്റെ നാട്. അന്ന് വലിയ ആഡംബരമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയൊന്നും എൻ്റെ വയനാട്ടിലത്തെയോ കോഴിക്കോടത്തെയോ ഒന്നും ജീവിത രീതി ആയിരുന്നില്ല ഞങ്ങളുടെ നാട്ടിലത്തെ ജീവിത രീതി. ഞാൻ ജങ്കാർ ഇറങ്ങുകയാണ്. ജങ്കാർ അടുത്തിട്ടുണ്ട്, ഞാൻ ഇറങ്ങുകയാണ് ജങ്കാറിൽ നിന്ന്. കാട്ടിമേക്കതിൽ അമ്പലത്തിൻ്റെ വാതക്കലാണ് ഈ ജങ്കാർ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ അക്കരയ്ക്ക് ഞാൻ ഇറങ്ങി ഞാൻ നടക്കുകയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ നോക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പം, ഞങ്ങളുടെ വയനാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പാത്രങ്ങൾക്കൊക്കെ ഭയങ്കര ലാഭമാണ്. ഞാൻ ഈ ചട്ടിയുടെ വിലയൊക്കെ നോക്കുകയാണ്. കണ്ടില്ലേ, ഈ ചട്ടിയൊക്കെ ഞങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 200-250 രൂപ ഒരെണ്ണത്തിന് കൊടുക്കണം. ഇതിൻ്റെ വിലയൊക്കെ കണ്ടപ്പോൾ അതിശയം തോന്നിയാണ് വിലയൊക്കെ കേട്ടപ്പോൾ. ഇത് അമ്പലത്തിൻ്റെ കവാടമാണ് കേട്ടോ. അവിടെയുള്ള ഓരോരോ പരസ്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അത് ഞാൻ എടുത്തു. ഞാൻ തിരിച്ച് നടക്കുകയാണ്. എൻ്റെ ജന്മനാടാകുന്ന കനിട്ടക്കടവിലേക്ക് ഞാൻ നടന്നു പോവുകയാണ്. കനിട്ടക്കടവിലേക്ക് പോകാനുള്ള ആ ആഗ്രഹത്തിൽ ഞാൻ നടക്കുകയാണ്. ഇതിലേ നടന്നങ്ങനെ പോവുകയാണ്. ആ പഴയ മണലും ആ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച സ്ഥലവും എല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മയിലിങ്ങനെ വരികയാണ്. ഭയങ്കര എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം അത്രമാത്രം എനിക്ക് സന്തോഷമാണ് ഇവിടെ കാണുന്നത്. എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെ അഞ്ചത്തിയുടെ മകളുടെ മക്കൾ 2 പേരെൻ്റെ കൂടെയുണ്ട്. അവരെന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മുന്നേ നടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ പകർത്തുമ്പോൾ അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭയങ്കര സന്തോഷം തോന്നിക്കുന്ന ഒരു നിമിഷമാണ്. എല്ലാവർക്കും തോന്നുമ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കൊതുക്, തൊണ്ടിൻ്റെ കറയുടെ മണം ഒക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കിതെല്ലാം ജീവശ്വാസം പോലെയാണ് തോന്നിക്കുന്നത്. അത്ര സന്തോഷമാണ് എനിക്ക്. ഈ സ്ഥലങ്ങളെല്ലാം കമ്പനി എടുത്തു പോയതാണ്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതാണ്. കമ്പനി ഓരോരുത്തരുടെ സ്ഥലം എടുക്കുമ്പോൾ എല്ലാവരും ആ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുപോയി. ദൂരോട്ട് പോയി സ്ഥലങ്ങൾ വാങ്ങി. ഇതൊന്നും കാടൊന്നുമായിരുന്നില്ല. ഇതൊക്കെ നിറച്ച് വീടുകളായിരുന്നു. ഇവിടെ എല്ലാം തന്നെ നിറച്ച് വീടുകളായിരുന്നു. വലിയ വലിയ വീടുകളും ചെറിയ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് ഒരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ. ഒരു ചെറിയ വീടായിരുന്നു. ഞങ്ങൾ വേറെ മാറി താമസിച്ച വീട്. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ മക്കളും താമസിച്ചത്. എൻ്റെ അച്ഛൻ്റെ തറവാട് അവിടെ അടുത്ത് തന്നെയാണ്. ആ തറവാടൊന്നും ഇപ്പോൾ ഇല്ല, അതെല്ലാം കടലിൽ കയറി. കാരണം കമ്പനി മണ്ണെടുത്ത്. എൻ്റെ കൊച്ചുമക്കളാണ് ഇവർ, ഈ നടന്നു പോകുന്നവർ 2 പേരും എൻ്റെ കൊച്ചുമക്കളാണ്. അവരെന്നെ സഹായിക്കാൻ വേണ്ടി വരികയാണ്. എനിക്ക് യോഗ ചെയ്യാനുള്ള യോഗമാറ്റും പിടിച്ച് പോവുകയാണ്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ സഹായികളായിട്ട് വന്നിരിക്കുന്നത്. ഇവർ 2 പേര്, അവർ 2 പേരുടെയും മക്കളാണ് കൂടെ പോകുന്നത്. ഞാനങ്ങനെ നടന്ന് വരികയാണ്. നടന്നു വരുമ്പോൾ ഇതെല്ലാം കമ്പനി എടുത്തു വേണം. തെരുവിലെ മുതലാളി എന്ന് പറയാൻ ഭയങ്കര മുതലാളിയായിരുന്നു. തെരുവിലെ മുതലാളി എന്ന് പറഞ്ഞാൽ ആ മുതലാളിയുടെ വീടാണ് കാണുന്നത്. അന്ന് 2 മുതലാളിമാരായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഉള്ളത്. ഒന്ന് തെരുവിലെ മുതലാളി, ഒന്ന് കളങ്ങര മുതലാളി. അതിൽ തെരുവിലെ മുതലാളിയുടെ വീടാണ് ആ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഷെഡൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ സെക്യൂരിറ്റികൾ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങളുടെ ബോട്ട് ജെട്ടിയായിരുന്നു. ഞങ്ങളുടെ പഴയ ബോട്ട് വന്നടുത്ത് നിൽക്കുന്ന ജെട്ടിയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ബോട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇവിടെ ഒന്നും ബോട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഈ നല്ല മണലാണ് നടന്നത്. തെരുവിലെ മുതലാളിയുടെ വീടാണിത്.
അന്നത്തെ ഏറ്റവും വലിയ വീടാണ്. അന്ന് ഇത്രയും വലിയ വീടുകൾ കാണാനുണ്ടായിരുന്നില്ല ആ ഭാഗത്ത്, ഞങ്ങളുടെ പ്രദേശത്ത് കേട്ടോ, ദൂരെയില്ലെന്നല്ല കേട്ടോ പറഞ്ഞത്, ഞങ്ങളുടെ പ്രദേശത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇതെല്ലാം കാണുമ്പോഴാണ്. എനിക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര സന്തോഷം. ഞാനെന്തോ ചെറുപ്പത്തിലേക്ക് പോയതുപോലെ, എൻ്റെ 10-12 വയസ്സ് പ്രായമുള്ള ആ പ്രായത്തിലേക്ക് പോയ പോലെ. എനിക്കെൻ്റെ നിലത്തെഴുത്ത് കാലം മുതലേ എനിക്ക് നല്ല ഓർമ്മയാണ്. ഇത് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ, ഞങ്ങളുടെ പഴയ പോസ്റ്റ് ഓഫീസാണിത് കേട്ടോ, ഈ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പഴയ പോസ്റ്റ് ഓഫീസാണിത്. ഇതിലൊക്കെ ലെറ്റർ വരുമായിരുന്നു, ഇഷ്ടംപോലെ ലെറ്റർ ഇടാനും പോയിട്ടുണ്ട്, വാങ്ങിക്കൊണ്ടുവരാനും പോയിട്ടുണ്ട്. ടെലിഗ്രാം വരുന്നത് അത് തന്നെ, പട്ടാളക്കാരുടെ കത്തുകൾ വന്നിരുന്നു അന്നത്തെ കാലത്ത്. ദൂരെ ഉണ്ടായിരുന്ന ജോലിക്കാരുടെ എല്ലാവരുടെയും കത്ത് വന്നിരുന്നതും മണി ഓർഡർ വന്നതും എല്ലാം ഇവിടെയായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നിക്കുന്നത് കിടക്കുന്ന കണ്ടാൽ. അതൊന്നും കാണാൻ വളരെ ഇതായിട്ട്, ഇപ്പം അതിനകത്ത് ചെടിയും ഇതൊക്കെ കയറി എല്ലാം വളർന്ന് കിടക്കുകയാണ്, കണ്ടില്ലേ കിടക്കുന്നത്. ഇവിടേക്കായിരുന്നു ഓടി ഓടി വരുമായിരുന്നു. കത്ത് വന്നോന്ന് അച്ഛന് ജോലി സ്ഥലത്താകുമ്പോൾ അമ്മ പറഞ്ഞു വിടും കത്ത് വന്നോന്ന് ചോദിക്കാൻ. ഓടി വരും ഇവിടെ വന്ന്. അതുപോലെ തന്നെ കത്ത് കൊണ്ടിടാൻ വരുന്നത് ഇവിടെ തന്നെയായിരുന്നു. ഇനിയും ഞാൻ മുന്നോട്ട് നടക്കുകയാണ് കണ്ടോ. ഇവിടെ എല്ലാം നടന്ന് കടന്ന് പോവുകയാണ് ഞാൻ. പോകുന്നത് എൻ്റെ പഴയ വിദ്യാലയത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ വിദ്യാലയം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. പക്ഷേ എൻ്റെ പൊന്നു സ്കൂളിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാകട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നിലത്തെഴുത്ത് പഠിക്കാൻ പോയത് കാലം മുതലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ നിലത്തെഴുത്ത് പഠിച്ചത് പരമുവാശാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മണലിൽ എഴുതിച്ചിട്ടാണ് ഹരിശ്രീ ഗണപതായി നമാന്ന് എഴുതിച്ചിട്ടാണ് ആശാൻ എന്നെ പഠിപ്പിച്ചത്. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഓലക്കീറയിലിരുന്നിട്ട് മണ്ണൽ എഴുതിയാണ് ഞങ്ങൾ ഹരിശ്രീ പഠിച്ചത്. ഇന്നത്തെ പോലെ എല്ലാവരും നോട്ട് ബുക്കിലും ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ എഴുതി പഠിക്കുന്നത്. ആദ്യം തന്നെ മണലിലാണ് ചൂണ്ടുവിരൽ കൊണ്ട് ആശാൻ കൈ പിടിച്ച് എഴുതിക്കും. ഞങ്ങൾ ആദ്യം അരിയിൽ ആദ്യം എഴുതിക്കും ഹരിശ്രീ ഗണപതായി നമാന്ന് കൊണ്ട് ചേർക്കുന്ന അന്ന്. പിറ്റേ ദിവസം തൊട്ട് ഞങ്ങളുടെ മണലിൽ എഴുതിക്കും. കനിട്ടക്കടവ് ആ കായലാണ്, പഴയ കായൽ. ഞാനിവിടെ എല്ലാം ഉണ്ടാവും. ഇവിടെയൊക്കെ ഈ ആൽമരും ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാവോ ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ ഒരു ശിവലിംഗത്തിൻ്റെ ഒരു ഇതുണ്ട്. അതൊക്കെ കണ്ട് ഞാൻ പോവുകയാണ്. എൻ്റെ സ്കൂളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എൻ്റെ സ്കൂള് കാണാനും എൻ്റെ സ്കൂളിൻ്റെ ഫോട്ടോ എടുക്കാനും വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിലേക്ക് നടക്കുമ്പോഴെൻ്റെ ആ ചെറുപ്പകാലങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, അതുപോലെ തന്നെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ, ചേട്ടൻ്റെ മക്കൾ എല്ലാവരും വരുമായിരുന്നു ഇവിടേക്ക്. ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. എന്ത് സന്തോഷമാണെന്നറിയാവോ. ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് ചെന്ന് ഒരു ദിവസം സ്കൂൾ വിട്ടാൽ ചിലപ്പോൾ അങ്ങ് അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വരും. അതേപോലെ വാട്ടർ ടാങ്ക്, ഞങ്ങൾക്ക് വെള്ളം തന്നിട്ടുള്ള വാട്ടർ ടാങ്ക് ഇന്നിത് വെറുതെ കിടക്കുക. ജഗതി പട്ടാളത്തിൽ പറയുന്ന മാതിരി എന്നെ കൊതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ മാതിരി, വാട്ടർ ടാങ്കെ നീ എന്നെ കൊതിപ്പിക്കാതിരിക്കുന്നു പറഞ്ഞ അതേ അവസ്ഥയാണ് എനിക്കിപ്പോൾ തോന്നിക്കുന്നത്. എൻ്റെ പഴയ വാട്ടർ ടാങ്കൊക്കെ ഞാൻ വന്ന് കാണുകയാണ്. ഭയങ്കര സന്തോഷം എനിക്ക്. എന്താണെന്നറിയോ, ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ട ഇവിടെ എല്ലാം നല്ല വീടുകളായിരുന്നു, നിറച്ച് വീടുകളായിരുന്നു. ഇപ്പോഴിതാ ഇവിടെ ഒരു വായനശാലയുടെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ഇതും ഇപ്പോഴും ഇവിടെ ഉണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, അത് അടച്ചിട്ടേക്കാണ്, പൂട്ടിയിട്ടേക്ക്. അതിൻ്റെ അപ്പുറത്തൊരു ചകിരി ഇത് പിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചകിരി പിരിക്കുന്ന പൊന്മന കണ്ടോ. ഇത് പൊന്മന, ഒരു പൊന്മന തന്നെയായിരുന്നു പൊന്മന കണ്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളെല്ലാം ഇടിഞ്ഞു. ഇത് ചകിരിയുടെ ഫാക്ടറിയുടെ, അത് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്, ഇതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ചകിരി അതും പിരിച്ചിട്ടൊക്കെ ഒത്തിരി കാലം ആയെന്ന് തോന്നുന്നു അവിടെ കിടക്കുന്നത് കണ്ടിട്ട്. ചകിരി ഇങ്ങനെ പുല്ലൊക്കെ കയറി കിടപ്പുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട്. കണ്ടില്ലേ ഇത് കിടക്കുന്നത്. ഇതിലേ ഞങ്ങളങ്ങ് പോവുകയാണ്. ഒരു കുതിരയെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെയൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ഇപ്പം ഇല്ല, ആരുമില്ല. വീട് എല്ലാം കാടാണ്. ഇവിടെ വന്ന് നോക്കി നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ വീടൊക്കെ എവിടെയായിരുന്നു എന്ന് പോലും നമുക്കറിയാൻ കഴിയത്തില്ല. അതേ അവസ്ഥയിലാണ് നമ്മുടെ വീടൊക്കെ. ഒന്നുമില്ല നമുക്കിപ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. നമ്മുടെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും. ഓടി നടന്നതും നമ്മൾ കളിച്ച് നടന്നതും, വീടുകൾ കയറി ഇറങ്ങി നടന്ന വീടുകൾ. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടുകളുണ്ടായിരുന്നു, അവരുടെ മക്കളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു ബന്ധുക്കളവിടെ. ആ പരിസരത്തുള്ളവർ മുഴുവൻ ഞങ്ങളുടെ ബന്ധുക്കളായിരുന്നു എല്ലാവരും. ഓടി അച്ഛൻ്റെ തറവാടിൻ്റെ മുറ്റത്ത് വരെയും പോകും. അതിനിടയ്ക്ക് അങ്ങ് നടന്ന് കടപ്പുറത്തൂടെ നടന്ന് അപ്പച്ചിയുടെ വീട്ടിൽ പോകും. അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഇതാണ്ടോ ഈ ഒരു കുളം, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇപ്പുറത്തായിട്ടുള്ളൊരു കുളമാണത്. എൻ്റെ സ്കൂളാണ്.
നമ്മൾ ആ ഒരു വട്ടം കൂടി ആ പഴയ ദേവാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറഞ്ഞ മാതിരി കണ്ടോ എൻ്റെ സ്കൂൾ. ഇത് കാണുമ്പോഴെനിക്ക് സന്തോഷമല്ല സങ്കടമാണുള്ളത്. ഞങ്ങൾ ഓടിക്കളിച്ച സ്കൂൾ റൂമുകൾ, ക്ലാസ്സുകൾ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇതിൻ്റെ പുറകിലൊരു നെല്ലിമരം ഉണ്ടായിരുന്നു. അന്ന് ആ നെല്ലിക്ക ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിലിരുന്നോട്ട് നോക്കി നോക്കി വെക്കും. സ്കൂൾ വിടലും ഓടിച്ചെന്ന് ഈ നെല്ലിക്ക എടുത്ത്, അന്ന് ഫ്രോക്കിന് പോക്കറ്റ് ഉണ്ടാവും, ആ പോക്കറ്റിലിടുമായിരുന്നു. അതൊക്കെ ഞാനിരുന്ന് പഠിച്ച ക്ലാസ്സാണ് കേട്ടോ. അതായത് എനിക്ക് ആ സന്തോഷം കൊണ്ട് ഞാൻ ആ ക്ലാസ്സിൻ്റെ അവിടെ കുറച്ച് നന്നാക്കി അങ്ങ് എടുത്തതാണ്. ഞങ്ങളെ പഠിപ്പിക്കാനൊരു പാർക്കുട്ടി സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. അവരെയൊന്നും ഞാൻ മറന്നിട്ടില്ല. എൻ്റെ കല്യാണി സാറിനെ മറന്നിട്ടില്ല, പാർക്കുട്ടി സാറിനെ മറന്നിട്ടില്ല. അതേപോലെ ഒരു ഭരതൻ സാറുണ്ടായിരുന്നു, അതുപോലെ ഒരു പാനു സാറുണ്ടായിരുന്നു, ഒരു സുരഭി സാറുണ്ടായിരുന്നു, ഒരു തങ്കമ്മ സാറുണ്ടായിരുന്നു. അവരാണ് എന്നെ ഫസ്റ്റിലെ തയ്യലിൻ്റെ ഇത് ABCD പഠിപ്പിക്കുന്നവർ തന്നെയാണ്. അതെൻ്റെ ജീവിതമാർഗ്ഗമായി തീർന്നു. ഞാനത് കയ്യിൽ വിട്ട് കളയാതെ അന്ന് തൊട്ടേ സൂക്ഷിച്ചു. ഇത് കണ്ടല്ലോ 2 സിംഹത്തിൻ്റെ ഇതൊക്കെയുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കയറുന്ന ആ മണ്ഡപത്തിൻ്റെ വാതൊക്കെ 2 സിംഹത്തിൻ്റെ രൂപമൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ സ്കൂളിൻ്റെ മതിലുകൾ കണ്ടോ. എല്ലാം എൻ്റെ ആ പഴയ ദേവാലയം എനിക്കൊരു ദേവാലയമായിട്ടാണ് ഇത് തോന്നുന്നത്. പഴയ ഒരു വിദ്യാലയത്തേക്കാൾ കൂടുതലൊരു ദേവാലയമായിട്ട്, എൻ്റെ സരസ്വതി ക്ഷേത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. എനിക്ക് അക്ഷരം കുറിച്ച് തന്ന എൻ്റെ ദേവാലയം ആണ് ഇന്നെൻ്റെ സ്കൂള്. അത് ഇന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഇത് കളങ്ങര അമ്പലമാണ്. കളങ്ങര അമ്പലത്തിൻ്റെ ഇവിടെ ഒരു സ്ത്രീ വിളക്ക് കത്തിക്കുന്നുണ്ട്. നമുക്ക് പരിചയമൊന്നുമില്ല, എനിക്കൊന്നും പരിചയമൊന്നുമില്ല. അവരെയൊക്കെ ഞാൻ കാണുകയാണ്, എല്ലാം ഞാൻ എടുക്കുക. അതൊക്കെ എൻ്റെ സന്തോഷത്തിൻ്റെ കൂടുതൽ കൊണ്ടിട്ട്. കളങ്ങര അമ്പലം, ഇതൊന്നും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് തരുന്നത്. ഒരുപാട് ഇതും ഞങ്ങളുടെ സ്കൂളിൻ്റെ കുറച്ച് ഭാഗമാണിത്. ഇതന്ന് മെയിൻ ക്ലാസ്സുകളായിരുന്നു. എന്ന് വെച്ചാൽ 5, 6, 7, 7ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത് കാണുമ്പം നമുക്ക് ഒരുപാട് വിഷമം തോന്നിക്കും. നമ്മളെ ഓടിക്കളിച്ച സ്കൂള്, എൻ്റെ സരസ്വതി ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഇതിലേ അങ്ങ് പോവുകയാണ്. ഇതെൻ്റെ കുഞ്ഞമ്മ താമസിച്ച സ്ഥലമാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ വീടിരുന്ന ഭാഗമാണിത്. ഇവിടവും വന്ന് ഞാൻ എടുത്തു. പക്ഷേ എൻ്റെ വീടൊക്കെ കടലിൻ്റെ അടിയിലാണ്. എൻ്റെ വീടിൻ്റെ ഇരുന്ന സ്ഥലമെല്ലാം കടലിൻ്റെ അടിയിലായിപ്പോയി. ഇതുകൊണ്ടില്ലേ ഇവിടെയൊക്കെ കണ്ടേ. ഇവിടെ വന്ന് ഈ ഒതളങ്ങാ മരം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. അത് വിഷമാണ് കേട്ടോ. അതിൻ്റെ കായ ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടോ. ഈ കായ് അത് നമുക്ക് ഇവിടെയൊന്നുമില്ല, വയനാട്ടിലൊന്നുമില്ല. വയനാട്ടിലും കോഴിക്കോടും ഒന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ കുഞ്ഞമ്മയുടെ വീടിരുന്ന സ്ഥലമാണ് ഈ കൈത കയറി കിടക്കുന്നത്. അത് ഞാൻ വന്ന് നോക്കി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് വീടും കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആരും ഇന്നില്ല. അപ്പച്ചിയുടെ ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് കടന്നാൽ അപ്പച്ചിയുടെ വീട്ടിലെത്തുമായിരുന്നു. ഇന്ന് അപ്പച്ചിയില്ല, അപ്പച്ചിയുടെ വീടില്ല. അപ്പച്ചിയുടെ മക്കളൊക്കെ ഇന്ന് കല്ലേലി ഭാഗത്താണ് താമസിക്കുന്നത്. കല്ലേലി ഭാഗത്തും മൈനാഗപ്പള്ളിയിലും ഒക്കെ അങ്ങനെ ആ ഭാഗത്തൊക്കെ പോയി. അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ ഒക്കെ കല്ലേലി ഭാഗത്തുണ്ട്. അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ കല്ലേലി ഭാഗത്തുണ്ട്. അവരും പല സ്ഥലത്താണ് എങ്കിലും അവരൊക്കെയുണ്ട്. എൻ്റെ അപ്പച്ചി, ഒരപ്പച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. എനിക്ക് അപ്പച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മറ്റുള്ള സഹോദരങ്ങൾക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പറയുന്നതും ഇത് കാണുന്നതും അവിടെ പോകുന്നതും അവരോട് സഹകരിക്കുന്നതും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കണ്ടോ. ഇതെൻ്റെ കടൽ തീരമാണ്. എനിക്ക് കടലിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം ഒരു പുതുമയായിട്ട് തോന്നാറില്ല. എനിക്കൊരു പഴമയാണിത് തോന്നിക്കുക ഇതെല്ലാം കാണുമ്പോഴാണ്. കാരണം എൻ്റെ പഴയ ആ ഓർമ്മകളെല്ലാം ഞാൻ അയവിറക്കുക ഇത് കാണുമ്പോഴത്തേക്ക്. ഈ വഴി കണ്ടില്ലേ, ഈ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ JCB ഇപ്പോഴും മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനിക്ക് വേണ്ടി മണ്ണെടുക്കുകയാണ്. കമ്പനിക്ക് വേണ്ടി മണ്ണെടുത്താണ് ഞങ്ങളുടെ നാട് ഇല്ലാതായത്. അങ്ങനെ കടലിൽ കയറി സുനാമി വന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുകൂടെ വെള്ളം ഒഴുകിപ്പോയെന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് ഞങ്ങളുടെ സ്കൂളെല്ലാം പൂട്ടി, സ്കൂളെല്ലാം അവിടെ നിന്ന് ഒഴിവായിപ്പോയി. ഇവിടെ ഒറ്റ മനുഷ്യർ പോലും ഇപ്പം താമസിക്കുന്നവരുണ്ടെന്ന് പറയാം. 1-2 വീട്ടുകാരുണ്ടെന്ന് പറയുന്നു. നമുക്കവരെയൊന്നും പരിചയമില്ല, ആരെയും അറിയത്തുമില്ല. 1-2 വീട്ടുകാരുണ്ടെന്നാണ് പറയുന്നത്. കണ്ടില്ലേ ഈ കുളം കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് മനസ്സിനെന്നറിയാമോ. ഒരുപാട് സന്തോഷമാണ് ഈ കുളമൊക്കെ കാണുന്ന സമയത്ത്. അന്നൊക്കെ ഈ കുളത്തിലൊക്കെ ചാടി കുളിക്കും. അന്ന് ഇതുപോലെ ചെളിയൊന്നുമില്ല. അന്നൊന്നും ഇതുപോലെ ചെളിയും